ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് 2024 സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ്. ഇന്ന് 8ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിലബസിൽ നിന്നും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും ഈ രണ്ട് ടോപ്പിക്കുകളും ഫുള്ളായിട്ട് പഠിക്കുകയാണ്. ക്വസ്റ്റ്യൻ ആൻസർ രൂപേണയാണ് പഠിക്കുന്നത്. SCERT ടെക്സ്റ്റ് ബുക്കിനെ, പുതിയ സിലബസിലുള്ള SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 1085 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളവ, അതോടൊപ്പം തന്നെ SCERT റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോടുകൂടി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതുപോലെ തന്നെ അതിർത്തികളും അതിരുകളും, ഈ രണ്ട് ടോപ്പിക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? ഉത്തരം 2.42% ഇന്ത്യൻ ഭൂവിസ്തൃതി എന്ന് പറയുന്നത്. ലോക ഭൂവിസ്തൃതിയുടെ 2.42% ഇന്ത്യൻ ഭൂവിസ്തൃതി. ഇനി രണ്ടാമത്തെ ചോദ്യം. ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനം? ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനം? ഉത്തരം 17 മുതൽ 18% വരെ. മൂന്നാമത്തെ ചോദ്യം. ജനസംഖ്യയിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. ജനസംഖ്യയിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2. ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഈ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അതിലൊരു നോട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. പ്രീവിയസ് ഇയറിൽ ജനസംഖ്യയിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2 ആയിരുന്നു. എന്നാൽ നിലവിൽ 2023 മുതൽ ജനസംഖ്യയിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 1. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ആൻസർ 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അന്ന് 2ാം സ്ഥാനമായിരുന്നു ഇന്ത്യക്ക്. എന്നാൽ 2023 ശേഷം ജനസംഖ്യയിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 1. അടുത്തത് നാലാമത്തെ ചോദ്യം നോക്കാം. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ലഡാക്ക് പീഠഭൂമി. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക് പീഠഭൂമി. അഞ്ചാമത്തെ ചോദ്യം. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. ഉത്തരം 7ാം സ്ഥാനമാണ്. ആറാമത്തെ ചോദ്യം. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതം. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതം. ഉത്തരം കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ. അടുത്തത് 7ാമത്തെ ചോദ്യം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. 8ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം. ചിൽക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക. 9ാമത്തെ ചോദ്യം. ദക്ഷിണേന്ത്യയിൽ തീരപ്രദേശമില്ലാത്ത സംസ്ഥാനം. തെലുങ്കാന. ദക്ഷിണേന്ത്യയിൽ തീരപ്രദേശമില്ലാത്ത സംസ്ഥാനം തെലുങ്കാന. ഇനി 10ാമത്തെ ചോദ്യം. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്ക് അറിയപ്പെടുന്ന പേരാണ് പെഡോജെനിസിസ്. പെഡോജെനിസിസ് എന്ന് പറഞ്ഞാൽ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നതാണ് പെഡോജെനിസിസ്. 11ാമത്തെ ചോദ്യം. മണ്ണിലെ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയ. മണ്ണിലെ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ്? അസറ്റോബാക്ടർ. അസറ്റോബാക്ടർ. 12ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട്. സർദാർ സരോവർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? സർദാർ സരോവർ. 13ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്. ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഹിരാക്കുഡ്. അടുത്തത് 14ാമത്തെ ചോദ്യമാണ്. ഉത്തര മഹാസമതലത്തിലെ മരുസ്ഥലി ബാഗർ പ്രദേശത്തിലെ പ്രധാന മണ്ണിനം. ഉത്തര മഹാസമതലത്തിലെ മരുസ്ഥലി ബാഗർ പ്രദേശത്തിലെ
പ്രധാന മണ്ണിനം? ഉത്തരം മരുഭൂമി മണ്ണ്. അടുത്തത് 15ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഭോപ്പാൽ. ഉത്തരം ഭോപ്പാൽ. അടുത്തത് 16ാമത്തെ ചോദ്യം. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം? സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1958. 1958. അടുത്തത് 17ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണ്. 18ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥാപിതമായ വർഷം? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥാപിതമായ വർഷം 1988 ഏപ്രിൽ. 1988 ഏപ്രിൽ. 19ാമത്തെ ചോദ്യം. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സ്ഥാപിതമായ വർഷം? 1875. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സ്ഥാപിതമായ വർഷം 1875. 20ാമത്തെ ചോദ്യം. ഈർപ്പം സംരക്ഷിച്ചു വെക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ്? ഈർപ്പം സംരക്ഷിച്ചു വെക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മണ്ണിനം? ഉത്തരം കരിമണ്ണ്. ഉത്തരം കരിമണ്ണ്. 21ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി? ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം ഗോദാവരി. ഉത്തരം ഗോദാവരി. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹ്രി അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹ്രി അണക്കെട്ട്. 23ാമത്തെ ചോദ്യം. അയണിന്റെയും അലുമിനിയത്തിന്റെയും ഓക്സൈഡുകളാൽ സമൃദ്ധമായ മണ്ണിനം? അയണിന്റെയും അലുമിനിയത്തിന്റെയും ഓക്സൈഡുകളാൽ സമൃദ്ധമായ മണ്ണിനം? ഉത്തരം ചെങ്കൽ മണ്ണ്. ഉത്തരം ചെങ്കൽ മണ്ണ്. 24ാമത്തെ ചോദ്യം. ടി ആകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം? ടി ആകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ആസാം. ടി ആകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാം. 25ാമത്തെ ചോദ്യം. ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം? ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം. അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം. അടുത്തത് 26ാമത്തെ ചോദ്യം. ജൈവാംശം കൂടുതലുള്ള മണ്ണിനം? പർവ്വതമണ്ണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണിനം പർവ്വതമണ്ണ്. 27ാമത്തെ ചോദ്യം. മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ധാരാളമായി കണ്ടുവരുന്ന മണ്ണിനം? മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ധാരാളമായി കണ്ടുവരുന്ന മണ്ണിനം ചെങ്കൽ മണ്ണ്. ഉത്തരം ചെങ്കൽ മണ്ണ്. അടുത്തത് 28ാമത്തെ ചോദ്യം. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണ്? ഉത്തരം കരിമണ്ണ്. ഉത്തരം കരിമണ്ണ്. 29ാമത്തെ ചോദ്യം. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ആനമുടി. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. 30ാമത്തെ ചോദ്യം. തേയില കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്? പർവ്വതമണ്ണ്. തേയില കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് പർവ്വതമണ്ണ്. അടുത്തത് 31ാമത്തെ ചോദ്യം. ഏറ്റവും നീളം കൂടിയ ഇന്ത്യൻ നദി? ഗംഗ. ഏറ്റവും നീളം കൂടിയ ഇന്ത്യൻ നദി ഗംഗ. അടുത്തത് 32ാമത്തെ ചോദ്യം. ഓമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് മണ്ണ്? ഓമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണ് ചെമ്മണ്ണ്. ഉത്തരം ചെമ്മണ്ണ്. 33ാമത്തെ ചോദ്യം. തേയില, കാപ്പി, റബ്ബർ, കശുവണ്ടി, തെങ്ങ്, മരിച്ചീനി എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ചെങ്കൽ മണ്ണ്. തേയില, കാപ്പി, റബ്ബർ, കശുവണ്ടി, തെങ്ങ്, മരിച്ചീനി എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ചെങ്കൽ മണ്ണ്. അടുത്തത് 34ാമത്തെ ചോദ്യം. ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്നറിയപ്പെടുന്ന രാജ്യം? ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്നറിയപ്പെടുന്ന രാജ്യം
ഇന്ത്യയാണ്. ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ്. അടുത്തത് 35-ാമത്തെ ചോദ്യമാണ്. കടൽ തീരം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം. കടൽ തീരം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. കടൽ തീരം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. 36-ാമത്തെ ചോദ്യം. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചത് എന്ന്. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചത് എന്ന്. 2015. ഉത്തരം 2015. 37-ാമത്തെ ചോദ്യം. ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനം. ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനം. ഉത്തരം പർവ്വതമണ്ണ്. ഉത്തരം പർവ്വതമണ്ണ്. 38-ാമത്തെ ചോദ്യം. ഇരുമ്പിന്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. ചെമ്മണ്ണ്. ഇരുമ്പിന്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ചെമ്മണ്ണ്. 39-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ. 40-ാമത്തെ ചോദ്യം. ജലാംശം വളരെ കുറഞ്ഞ മണ്ണിനം. ജലാംശം വളരെ കുറഞ്ഞ മണ്ണിനം. ഉത്തരം മരുഭൂമി മണ്ണ്. ഉത്തരം മരുഭൂമി മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം. 41-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം. ഉത്തരം സാമ്പാർ തടാകം. അടുത്തത് 42-ാമത്തെ ചോദ്യം. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണറിയപ്പെടുന്നത്. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഖാദർ എന്ന പേരിലാണ്. ഉത്തരം ഖാദർ. അടുത്തത് 43-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം. ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം. ഉത്തരം ബാമർ. ഉത്തരം ബാമർ. 44-ാമത്തെ ചോദ്യം. വനപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും ധാരാളമായി കാണപ്പെടുന്ന മണ്ണിനം. വനപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും ധാരാളമായി കാണപ്പെടുന്ന മണ്ണിനം. ഉത്തരം പർവ്വതമണ്ണ്. ഉത്തരം പർവ്വതമണ്ണ്. 45-ാമത്തെ ചോദ്യം. ജൈവാംശം കുറഞ്ഞതും എന്നാൽ അലിയുന്ന ലവണാംശങ്ങൾ കൂടുതലുള്ളതുമായ മണ്ണിനം. ജൈവാംശം കുറഞ്ഞതും എന്നാൽ അലിയുന്ന ലവണാംശങ്ങൾ കൂടുതലുള്ളതുമായ മണ്ണിനം. ഉത്തരം മരുഭൂമി മണ്ണ്. ഉത്തരം മരുഭൂമി മണ്ണ്. 46-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും തണുപ്പുള്ള പ്രദേശം. ഇന്ത്യയിൽ ഏറ്റവും തണുപ്പുള്ള പ്രദേശം ദ്രാസ്. ഉത്തരം ദ്രാസ്. 47-ാമത്തെ ചോദ്യം. ഇരുമ്പിന്റെ അംശം ധാരാളമുള്ളതും എന്നാൽ നൈട്രജന്റെ അളവ് കുറവുള്ളതുമായ മണ്ണിനം. ഇരുമ്പിന്റെ അംശം ധാരാളമുള്ളതും എന്നാൽ നൈട്രജന്റെ അളവ് കുറവുള്ളതുമായ മണ്ണിനം. ഉത്തരം ചെങ്കൽ മണ്ണ്. ഉത്തരം ചെങ്കൽ മണ്ണ്. 48-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻഡ്രാം. ഉത്തരം മൗസിൻഡ്രാം. 49-ാമത്തെ ചോദ്യം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. ഉത്തരം കറുത്ത മണ്ണ്. 50-ാമത്തെ ചോദ്യം. കായാന്തരിത ശിലകളും പരൽരൂപ ശിലകളും പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണ്. കായാന്തരിത ശിലകളും പരൽരൂപ ശിലകളും പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണ്. ഉത്തരം ചെമ്മണ്ണ്. ഉത്തരം ചെമ്മണ്ണ്. ഇനി 51-ാമത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഉത്തരം ആന്ധ്രാപ്രദേശ്. 52-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട്. 53-ാമത്തെ ചോദ്യം. സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കർണാൽ. ഉത്തരം കർണാൽ. 54-ാമത്തെ ചോദ്യം. ചോളം, ജോവർ, ബജ്ര തുടങ്ങിയ ധാന്യങ്ങളുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം. ചോളം, ജോവർ, ബജ്ര തുടങ്ങിയ ധാന്യങ്ങളുടെ
കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം? ഉത്തരം മരുഭൂമി മണ്ണ്. ഉത്തരം മരുഭൂമി മണ്ണ്. 55-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കാലാവസ്ഥ ഏതാണ്? ഉഷ്ണമേഖലാ മൺസൂൺ. ഉഷ്ണമേഖലാ മൺസൂൺ. അടുത്തത് 56-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ കനാൽ? ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ. 57-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മറീന ബീച്ച്. മറീന ബീച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. 58-ാമത്തെ ചോദ്യം, ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം? ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം മൗസം ഭവൻ. ഉത്തരം മൗസം ഭവൻ. 59-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം? ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചൊലാമു തടാകം. 60-ാമത്തെ ചോദ്യം, ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഗോഡ്വിൻ ഓസ്റ്റിൻ. ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അടുത്തത് 61-ാമത്തെ ചോദ്യം, മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം? മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം പെഡോളജി. ഉത്തരം പെഡോളജി. 62-ാമത്തെ ചോദ്യം, സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം? സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം 1969. 1969. 63-ാമത്തെ ചോദ്യം, ചെങ്കൽ മണ്ണിന്റെ മറ്റൊരു പേര്? ചെങ്കൽ മണ്ണിന്റെ മറ്റൊരു പേര് ലാറ്ററൈറ്റ് മണ്ണ്. ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. അടുത്തത് 64-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കാലാവസ്ഥ പൊതുവെ അറിയപ്പെടുന്ന പേര്? ഇന്ത്യയുടെ കാലാവസ്ഥ പൊതുവെ അറിയപ്പെടുന്ന പേര്? ഉത്തരം മൺസൂൺ കാലാവസ്ഥ. ഉത്തരം മൺസൂൺ കാലാവസ്ഥ. 65-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ നദിയാണ് സിന്ധു നദി. ഉത്തരം സിന്ധു. 66-ാമത്തെ ചോദ്യം, പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത്? പഴയ എക്കൽ മണ്ണ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഭംഗർ. ഉത്തരം ഭംഗർ. 67-ാമത്തെ ചോദ്യം, നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും സാന്നിധ്യം കുറഞ്ഞ മണ്ണ്? നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും സാന്നിധ്യം കുറഞ്ഞ മണ്ണ്? ഉത്തരം ചെമ്മണ്ണ്. ഉത്തരം ചെമ്മണ്ണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ടോപ്പിക്കുകളാണ് പഠിച്ചത്. ഒന്ന് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. ആ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള 67 ചോദ്യങ്ങളാണ് പഠിച്ചത്. ഈ 67 ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും നമ്മുടെ 10th പ്രിലിംസിന് ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ്. നിങ്ങൾ 100% ഉറപ്പിച്ചോളൂ, ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. അപ്പം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 67 ചോദ്യങ്ങൾ പഠിച്ചു. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് ടോപ്പിക്ക് ഇന്ത്യയുടെ അതിർത്തികൾ. ഇന്ത്യയുടെ അതിരുകളും അതിർത്തികളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് അതിൻ്റെ അടുത്ത ടോപ്പിക്ക്. ഇനി ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യ, അതിർത്തിയും അതിരുകളും. അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്. ആദ്യത്തെ ചോദ്യം, സൗത്ത് ആൻഡമാനിനെയും ലിറ്റിൽ ആൻഡമാനെയും വേർതിരിക്കുന്നത്? സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും വേർതിരിക്കുന്നത് എന്താണ്? ഡെങ്കൻ പാസേജ് ആണ്. ഡെങ്കൻ പാസേജ്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം? ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം? ഉത്തരം ഭൂട്ടാൻ. ഉത്തരം ഭൂട്ടാൻ. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ തെക്കുഭാഗം ഏതാണ്? ഇന്ത്യയുടെ തെക്കുഭാഗം ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യയുടെ തെക്കുഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം? ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപ്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം,
ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം കന്യാകുമാരി. ഉത്തരം കന്യാകുമാരി. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം എന്താണ്? കന്യാകുമാരിയാണ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം കന്യാകുമാരി. ആറാമത്തെ ചോദ്യം, ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഉത്തരം ബംഗ്ലാദേശ്. ഏഴാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഉത്തരം ഉത്തർപ്രദേശ്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന. ഒൻപതാമത്തെ ചോദ്യം, ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8. പത്താമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആകെ അതിർത്തി എത്ര കിലോമീറ്റർ ആണ്? ഇന്ത്യയുടെ ആകെ അതിർത്തി എത്ര കിലോമീറ്റർ ആണ്? 22,716.6 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ അതിർത്തി എന്ന് പറയുന്നത്. 11ാമത്തെ ചോദ്യം, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ലാക്ക്. നോട്ട് ചെയ്യുക, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നു? ഇന്ത്യ, ചൈന. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നു? ഇന്ത്യ, ചൈന. 12ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം എന്താണ്? അറബിക്കടലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം അറബിക്കടലാണ്. അടുത്തത് 13ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആകെ സമുദ്രതീരത്തിന്റെ നീളം. ഇന്ത്യയുടെ ആകെ സമുദ്രതീരത്തിന്റെ നീളം 7,516 കിലോമീറ്റർ. ഇന്ത്യയുടെ ആകെ സമുദ്ര തീരത്തിന്റെ നീളം എന്ന് പറയുന്നത് 7,516 കിലോമീറ്റർ. 14ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ. ഇനി 15ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബംഗാൾ. ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബംഗാൾ. 16ാമത്തെ ചോദ്യം, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയാണ്? 7. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയാണ്? ഉത്തരം 7. 17ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കിഴക്ക് ഭാഗം. ഇന്ത്യയുടെ കിഴക്ക് ഭാഗം ഏതാണ്? ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയുടെ കിഴക്ക് ഭാഗം ബംഗാൾ ഉൾക്കടലാണ്. 18ാമത്തെ ചോദ്യം, ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഉത്തരം അഫ്ഗാനിസ്ഥാൻ. 19ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിം. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിം. അടുത്തത് 20ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയുടെ തെക്കേ അറ്റം. ഇന്ത്യയുടെ തെക്കേ അറ്റം എവിടെയാണ്? ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. 21ാമത്തെ ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. അടുത്തത് 22ാമത്തെ ചോദ്യം, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏതാണ്? റാഡ്ക്ലിഫ് രേഖ. അടുത്തത് 23ാമത്തെ ചോദ്യം, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ ഏതാണ്? ഡ്യൂറന്റ് രേഖ. ഉത്തരം ഡ്യൂറന്റ് രേഖ. 24ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കര അതിർത്തി. ഇന്ത്യയുടെ കര അതിർത്തി, ഇന്ത്യയുടെ ആകെ കരാതിർത്തി എന്ന് പറയുന്നത് 15,200 കിലോമീറ്റർ ആണ്. അടുത്തത് ഇന്ത്യയുടെ വടക്കു ഭാഗം എന്താണ്? ഹിമാലയമാണ്. ഇന്ത്യയുടെ വടക്കു ഭാഗത്താണ് ഹിമാലയം. 26ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. 27ാമത്തെ ചോദ്യം, സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ.
ഡെങ്കൻ പാസേജ് സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ ഡെങ്കൻ പാസേജ്. 28ാമത്തെ ചോദ്യം, ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ ഏതാണ്? പാക് കടലിടുക്കാണ്. ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ പാക് കടലിടുക്കാണ്. അടുത്തത് 29ാമത്തെ ചോദ്യം, ഇന്ത്യ ചൈന അതിർത്തി രേഖ. ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്നത് മക്മോഗൻ രേഖ എന്നാണ്. മക്മോഗൻ രേഖ എന്നാണ് ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്നത്. അടുത്തത് 30ാമത്തെ ചോദ്യം, ലൈൻ ഓഫ് കൺട്രോൾ. ലൈൻ ഓഫ് കൺട്രോൾ എലോക്ക് ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നു? ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ലൈൻ ഓഫ് കൺട്രോൾ. 31ാമത്തെ ചോദ്യം, ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. ഉത്തരം നാഗാലാൻഡ്. 32ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹർ മോത്തി. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഏതാണ്? ഗുഹർ മോത്തി. 33ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം. ഇന്ത്യ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അപ്പം ഇന്ത്യയുടെ അതിർത്തിയും അതിരുകളും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSCയിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള 33 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ നിന്നും അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ടോപ്പിക്കുകളും നിങ്ങൾ നല്ല വ്യക്തമായിട്ട് തന്നെ പഠിക്കുക. വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം. ഇതേ PDF നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് വന്നാൽ മതി. കമൻറ്റ് ചെയ്യുക. വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.